എടാ ചെറുക്ക ഇങ്ങ് വന്നേ. കോളേജിൽ ശിപായി അല്ലേ നീ? ആ, ഇത് അവന്റെ കയ്യിലോട്ട് കൊടു. എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് വാ. ആ മുത്തശ്ശി, ഞാൻ കുളിക്കാൻ വെച്ചു കൊടുക്കണ തലയില്. ആരാ? കൃഷ്ണനല്ലേ? അല്ല, രാമനാ. നിക്കട അവിടെ. എന്താത്ര ചിരിക്കാൻ? ഒന്നുമില്ല. നീ ആ വേലായുധന് ചെറുക്കനല്ലേ? അതെ, കീലേരി വേലായുധൻ. നിനക്കിപ്പോ പണിയൊന്നുമില്ലേ? ഇല്ല, വിശ്രമത്തിലാ. നീ ആരാ? തുക്കുടി സായിവ വിശ്രമിക്കാൻ? ഊരുവീട്ടിലൊക്കെ നിർത്തി. ഇനി മുത്തശ്ശിക്കും ആവാം വിശ്രമം. ലാസ്റ്റ് പീരീഡ് ആയില്ലേ? എന്റെ ചുറ്റി നിർത്താൻ നീ ആരണ്ടാ? പുറകെ ചെല്ല്, അടുക്കളയിൽ എന്തെങ്കിലും പണി കാണും. കൈമണി. ഇന്നെന്താടി നേരത്തെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് മുത്തശ്ശി. നടക്കണം അങ്ങോട്ട്. ഇതുകൊണ്ടേ പലിശയുടെ കാശേ മുതലാവുന്നുള്ള എനിക്ക്. ബാക്കി കാശ് വേഗം തന്നേക്കണം. മാധവമ്മയുടെ കണക്ക് മുഴുവൻ തീർക്കുന്നുണ്ട്. ശമ്പളം ഒന്ന് കിട്ടിക്കോട്ടെ. വേലയും കൂലി ഇല്ലാതെ നടക്കുന്ന നിനക്ക് എവിടെ നടാ ശമ്പളം? എനിക്കല്ല, ശിവശങ്കരന്. അതേ, അവിടെ നിന്നത് പോയിക്ക്. ആ പാവപ്പെട്ട ചെക്കനെ കണ്ണും പിടിയും കാട്ടി കാശ് വാങ്ങിക്കാൻ നിനക്ക് നാണമില്ലടാ. സ്നേഹം കൊണ്ട് തരുന്നതല്ലേ മാധവമ്മേ, അപ്പോഴെങ്ങനാ വേണ്ടാന്ന് പറയുന്നത്? രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്ററോ? ഇവിടെ ഒപ്പിടും. ഇവിടെ കൊണ്ടു. അയ്യോ, ഇത് ഇംഗ്ലീഷിലാണല്ലോ. എന്നാ ഞാൻ വായിക്കാം. അയ്യോ, ഇത് ഇംഗ്ലീഷിലാണല്ലോ. തേങ്ങ. വക്കീൽ നോട്ടീസാ. കാവുംപാട്ട കുറുപ്പന്മാർക്ക് വേണ്ടി അവരുടെ വക്കീൽ അയച്ചതാ. കുറുപ്പിന്റെ കയ്യിൽ നിന്ന് മാധവമ്മയുടെ ഭർത്താവ് ഭൂമി പണയം വെച്ച് പണം വാങ്ങിയിരുന്നു. നോട്ടീസ് കിട്ടി ഒരാഴ്ചക്കകം ആ വസ്തു ഒഴിഞ്ഞു കൊടുക്കണമെന്നാ. കിടത്തി പൊറപ്പിക്കില്ല എന്ന് തന്നെയാ കുറുപ്പന്മാര്. മൂപ്പരുണ്ടായിരുന്ന കാലത്ത് ഈ തോന്നിയാസം ഒന്നും നടന്നിരുന്നില്ല. മാധവമ്മ വിഷമിക്കാതിരിക്കെ. ഒറ്റ വിഷമമുള്ള പുണ്യാര്. ഇതിനൊക്കെ ചോദിക്കാൻ ഭഗവാൻ എനിക്കൊരു ആൺകുട്ടിയെ തന്നില്ലല്ലോ. ഇല്ല, ഉള്ളതൊക്കെ പെരുക്കി വിറ്റിട്ട് അതിൽ കേസ് ചെയ്യാൻ നടത്തും. പെരുവഴിയിൽ ഇറങ്ങിയാലും കാവുംപാട്ട മുറ്റത്തി ഒന്ന് പിച്ച് ചോദിക്കാൻ മാധവനെ കിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. താൻ തമാശ പറയാണ്ട് കാശിനെടുക്കടോ. തമാശ അല്ല അടിയോടി. എന്റെ കഷ്ടപ്പാട് നിങ്ങക്ക് അറിഞ്ഞൂടാ. ഈ വന്ന് നക്കിപ്പോണ യോഗ്യന്മാരൊക്കെ ഉണ്ടല്ലോ, ശരിക്ക് കാശ് എന്നിട്ടൊന്നല്ല, പിന്നെ ഇത് അടച്ചിടണ്ടാന്ന് വെച്ചിട്ട് തുറന്നിരിക്കണോന്ന് മാത്രം. എടോ, എനിക്ക് തിന്നാനുള്ളതല്ല, ആ തള്ളേരെ അടുത്ത് കണക്ക് കൊടുക്കാനുള്ളതാ. വാടക അവരുടെ വകുപ്പാ. അവിടുത്തെ എല്ലാ വകുപ്പും എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. ഇന്ന് കാശ് കിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇന്നല്ല, ഒരാഴ്ച തികച്ചിരുന്നാലും എന്റെ അടുത്ത് 5 പൈസ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. ഇരിക്കും മോനെ, ചായ തരാം. എന്റെ പറ്റത്രേ. പറ്റ ചായ പോളേക്ക് കൊടുത്തേക്കാം. ചായ വേണ്ട എനിക്ക്, എന്റെ പറ്റത്രേ. അതന്നെ ചായ പോളേക്ക് കൊടുത്തേക്കാം. കുട്ടിക്ക് എന്തോ പറയാണ്ടല്ലോ. അയാൾക്കൊന്നും പറയാനല്ലോ. പറയാണ്ട് പറ്റ് കാശ് കൊടുക്കാൻ മിണ്ടരുത്. അങ്ങനെ വാ. പറ്റ് പറ്റ് പറ്റ്. 50, 60. പിടിച്ചേ. ഇതും കൂടി വെച്ചോ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അല്ലെ ഇരിക്കട്ടെ, വഴിച്ചെലവന് വേണ്ടോ. എന്റെ ശിവശങ്കരാ. എന്താ? മണി ഓർഡർ അയക്കുക. അയക്കാൻ വരട്ടെ. എനിക്കൊരു 300 റുപ്യ വേണം. പപ്പ, ഇത് അമ്മയ്ക്ക് അയക്കുന്ന കാശാ. തമാശകളാ. ആർക്കായാലും എന്തായാലും പൈസ ഇപ്പൊ അയക്കണ്ട. എനിക്ക് രൂപ അത്യാവശ്യമാണ്. അയങ്ങട്. മനസ്സില്ലെങ്കിലോ? ശിവശങ്കരാ. അതെ, ശിവശങ്കരൻ തന്നെ. 5 പൈസ മനസ്സില്ല. പപ്പം പോ. നിനക്ക് പപ്പനെ മനസ്സിലായിട്ടില്ല. നിനക്ക് ശിവശങ്കരനെ മനസ്സിലായിട്ടില്ല. കുറെ നാളായി നീ എന്നെ ഓസുന്നുണ്ടല്ലോ. കാശിന് കാശ്, എണ്ണയ്ക്കെണ്ണ, സോപ്പിന് സോപ്പ്, ഇതിനൊക്കെ പുറമെ അപ്പുണ്യാരുടെ കടയിൽ നിന്ന് 3 നേരം സുഭിക്ഷമായിട്ട് നക്കുന്നുണ്ടല്ലോ. ഇനി മതി. നിനക്ക് കൈപ്പണം തരാതെ ഈ പെരുവണ്ണാപുരത്ത് ജീവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. അങ്ങനെ ആ വഴി അടഞ്ഞു. ശിവശങ്കരന് ബുദ്ധി തെളിഞ്ഞു. ഇനി അവനെ പ്രതീക്ഷിക്കണ്ട. പിന്നെന്താണ് ഒരു വഴി? ഒന്നും കൂടി ഒന്ന് വിരട്ടി നോക്കിയാലോ? വേറെ രീതിയിൽ അടവൊന്നു മാറ്റി. അടവും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഇനി അവന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയ അടങ്ങുന്നാണോ? തല്ലാനും കൊല്ലാനും ഇതെന്താ പഞ്ചാബോ? അതവൻ ഇങ്ങോട്ട് ചോദിക്കും. ഇത്രയും കാലം അവൻ എനിക്ക് തന്ന പണം തിരിച്ചു വാങ്ങിക്കുമെന്ന എന്റെ പേടി. ഇനി വേറെന്തെങ്കിലും വഴി ചിന്തിക്കാൻ നല്ലത്. ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ.
വേഗം ആവട്ടെ. ഇത് ചെരണ്ടലല്ല. കള്ളൻ കള്ളൻ കള്ളൻ! ആരാണ് തേങ്ങ പൊട്ടിക്കുന്നത്? കള്ളൻ! എടാ പുഷ്പ, എടാ കള്ള! കള്ളന്ന് മാത്രം മുടിക്കരുത്, ഞങ്ങളെ കള്ളന്മാരല്ല. പിന്നെ പാതിരാത്രി തെങ്ങിന്റെ മുകളിൽ കയറിക്കുന്നത് കാറ്റുള്ളരാ? എടാ പപ്പ കള്ള! എവിടെ പപ്പ? പപ്പ ഇറങ്ങാൻ പറഞ്ഞു. എനിക്കും ജീവിക്കണ്ടേ? വല്ലതും നക്കാപ്പിച്ച് തന്നോണ്ടിരുന്ന നീ നിർത്തി. മാന്യമായൊരു തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഇതിൽ നീ ഇടപെടരുത്. പപ്പ ഇപ്പൊ ഇതിന്റെ ചുമതല കൂടി എനിക്കാ. ഇതിന്റെ പണി പോകുന്ന പ്രശ്നമാ. മേലെ കോളേജ് കോമ്പൗണ്ടിനകത്ത് വേണ്ട. തനിക്ക് ഇവരുടെ കൂടെ നടക്കുന്ന നാണാവില്ലടോ. തനിക്കൊരു പണിയുള്ളല്ലേ? ആരാ ഈ അർദ്ധരാത്രിക്ക് ഈ പണിക്ക് വരുന്നത്? ഞാനൊരു ജോലിയായിട്ട് ഇവരുടെ കൂടെ അങ്ങനെ കൂടിയല്ലേ. ഇത് വലിയ ബാങ്ക് കോളൊന്നല്ലോ, തൊട്ടപ്പിൽ രണ്ട് തേങ്ങയല്ലേ. പപ്പ മര്യാദ താഴെ ഇറങ്ങാനാ പറഞ്ഞത്. ഏതായാലും വലിഞ്ഞു കയറിയതല്ലേ, കൈവച്ച കൊല ഫിനിഷ് ചെയ്തോട്ടെ. നീ കണ്ണടച്ചോ. അവിടെ ഇടാ തേങ്ങ. ഇടല്ലേ പറഞ്ഞത്? കോളേജിലെ സാധനങ്ങളെ പുഷ്പ ഇതിനെ തൊട്ടേലിക്കരുത്. ഇതിന്റെ ചുമതല ഇപ്പൊ എനിക്കാ. അയ്യോ ഇടല്ലേ പറഞ്ഞത്? കള്ളൻ 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 പിടി! പോയി കള്ളൻ പോയി പിടി! അയ്യോ അയ്യോ ഞാനല്ല, അയ്യോ ഞാനല്ലേ. സത്യമായിട്ട് ഞാനല്ല ഇത് ചെയ്തത്. പിന്നെ രാത്രി സമയത്ത് താനെന്തിനാ അവിടെ പോയത്? ഞാനത് വഴി നടന്നു വരുമ്പോ ഈ തേങ്ങ വീഴുന്ന ശബ്ദം കേട്ടിട്ട്. തന്നോട് ആരാ പറഞ്ഞ അത് വഴി നടക്കാൻ? എന്തൊരു കഷ്ടം അത്! കള്ളനെ പിടിക്കാൻ പോയി ഞാനിപ്പോ കള്ളനായോ? തന്റെ കൂടെ വേറെയും കള്ളന്മാരുണ്ടായിരുന്നു? ഇവൻ ഒറ്റയ്ക്കല്ല, സംഘമായിട്ടുള്ള ഏർപ്പാടാ. എനിക്കൊരു സംഘമില്ല. ആരോ ഓടി പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. ആരാടാ അവന്മാര്? എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അവരുടെ മുഖം ഞാൻ ശരിക്കും കണ്ടില്ല. മാത്രമല്ല എനിക്ക് തെങ്ങ കയറാന്ന് അറിയാൻ പാടില്ല. വാ വേണേ കാണിച്ചു തരാം. എന്നാ പിന്നെ നമുക്ക് ഇവനെ തെങ്ങയെ കയറ്റി നോക്കിയാൽ. ഒന്ന് ചുമ്മാരിക്ക് അടിയോടി. ഇവനൊന്ന് പെരുമാറിയില്ല, സത്യം പറയും. എടാ ചന്തുകുട്ടി, ആ ചെക്കനെ അങ്ങ് വിട്ടേക്ക്. അവൻ അങ്ങനെ ചെയ്യും തോന്നണില്ല. അത് മുത്തശ്ശിക്ക് തോന്നണതാ. കണ്ടില്ലേ, കള്ള ലക്ഷണമാ മുഖത്ത്. ആ പോട്ടെ, കോളേജിൽ ശിപായി അല്ലേ, നാലാളറിഞ്ഞ കുറച്ചിൽ നമുക്കുണ്ട്. അതെ, മുത്തശ്ശി പറഞ്ഞിട്ടാ ഇപ്പൊ നിന്നെ വിടുന്നത്. ഇല്ലെങ്കിൽ തെങ്ങേറ്റം പഠിപ്പിച്ചിട്ട് നിന്നെ ഇവിടുന്ന് വിടൂ. സൂക്ഷിച്ചു നടന്നോളോട്ടോ. എടാ മോനെ, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും സംഭവം നടക്കില്ല. ഒരു പെണ്ണിനെ ലൈനാക്കാന്ന് പറഞ്ഞ തമാശ കളിയാ. ശ്രമിക്കണം, പച്ചക്കൊടി കാണുന്നവരെ ശ്രമിക്കണം. എത്ര നാളായി? എനിക്ക് മടുത്തു. അങ്ങനെ മടുത്ത് പിന്മാറിയാ ഇനിയിപ്പോ അതിന്റെ കുറച്ചിൽ എനിക്കാ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പേപ്പർ എടുക്ക്. എന്തിനാ? എടുക്കണോ? എഴുത്. എന്റെ സ്വപ്ന സാമ്രാജ്യത്തിലെ റാണി കുഞ്ഞുലക്ഷ്മി. സ്വപ്ന സാമ്രാജ്യം അല്ല, സ്വപ്ന സാമ്രാജ്യം. ആദ്യം മലയാളം എഴുതാൻ പഠിക്കുക, എന്നിട്ട് പ്രേമിക്കാൻ നടക്ക്. അല്ലെങ്കിൽ റാണി വേണ്ട, ദേവി. ദേവി ശ്രീദേവി. യു